യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് ദൈവത്തെ എത്രത്തോളം ഭയമുണ്ട്. ആമേൻ. നമ്മളിങ്ങനെ പറയുന്നുണ്ട് ദൈവത്തെ ഭയമുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ദൈവത്തെ നമുക്ക് എത്രത്തോളം ഭയമുണ്ട്. ആ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവമക്കളിലാണ് എന്തുണ്ടാകുന്നത്? ഒരു ഭാഗ്യ പദവി ലഭിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ കിട്ടുന്ന ആനന്ദവും ഇവിടെ കിട്ടുന്ന സമാധാനവും പുറത്തു പോയാൽ ലഭിക്കില്ല. ഇവിടെ കിട്ടുന്ന സന്തോഷവും സമാധാനവും അത് ദൈവം തരുന്നതാണ്, മനുഷ്യർ തരുന്നതല്ല. ഇത് നമ്മൾ ആനന്ദിക്കുമ്പോൾ, ഇത് നമ്മൾ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ, ആരാധനയുടെ ലെവല് മാറും. നമുക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ക്ഷീണം ഉണ്ടാകില്ല, മടി ഉണ്ടാകില്ല. അല്ലെ, എത്ര പ്രായം ചെന്നാലും ചോദിച്ചാ എത്ര പ്രായം ചെന്നാലും അല്ലെ ഉച്ചത്തിൽ ആരാധിക്കും. ഈ അച്ഛൻ ആരാധിക്കുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ പ്രായം എന്തോരം ഉണ്ട്. ശാരീരികമായി ഹല്ലേലൂയ ആമേൻ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഹോസ്പിറ്റലിലൊക്കെ കടന്നുപോയി. സ്തോത്രം. ആമേൻ. ഇതാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തൻ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ വായന വിസ്താരത്തിൽ തുറന്നാൽ, സ്തോത്രം, വിസ്താരത്തിൽ തുറന്നൊന്ന് വാ കർത്താവേ സ്തോത്രം 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 എന്ന് പറയുമ്പോൾ ആമേൻ, അതിന്റെ നടുവിലെല്ലാം ദൈവം പ്രസാദിക്കുകയാണ്. നമ്മുടെ എല്ലാ കാര്യം ദൈവത്തോട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അതിനെല്ലാം ദൈവം ശക്തമായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം 52 സങ്കീർത്തനം 6-7 വാക്യം. നീതിമാന്മാർ കണ്ടു ഭയപ്പെടും, അവർ അവനെ ചൊല്ലി ചിരിക്കും. ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. നോക്കിയേ, നീതിമാന്മാർ അവനെ കണ്ടു ഭയപ്പെടും. കാരണം നീതിമാന്മാർ എന്ന് പറയുന്നത് ദൈവം വേർതിരിച്ചൊരു കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അല്ലെ. അവനെ കണ്ട് ഭയപ്പെടുന്നതിന് കാരണം എന്താ? ഒരു വ്യക്തിയെ കണ്ട് നീതിമാന്മാർ ഭയപ്പെടുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ദൈവത്തെ ഭയമില്ലാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ ആർക്ക് മനസ്സിലാകും? ആർക്ക് മനസ്സിലാകും? നീതിമാന് മനസ്സിലാകും. നീതിമാന് മനസ്സിലാകുമ്പോൾ അവൻ അവനെ കണ്ട് ഭയപ്പെടും. എന്നാലും ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വരുമല്ലോ. നമ്മൾ പറയാറില്ലേ അങ്ങനെ, ഇത്രയും ദൈവത്തെ അറിഞ്ഞിട്ട് പാരമ്പര്യമൊക്കെ വിട്ട് സകല മനുഷ്യരും കാണുക ദൈവത്തെ സാക്ഷീകരിച്ചിട്ട് ഇനി ചെയ്യുന്ന പ്രവൃത്തി ദൈവം എങ്ങനെ അവനോട് എന്ത് ചെയ്യും അല്ലെ, പറയാൻ പറ്റില്ല ദൈവമേ എന്ന് പറഞ്ഞു ഭയപ്പെടും. ഹല്ലേലൂയ. പിന്നെ തൊട്ട് താഴെ വായിക്കുന്നത് എന്താ? ദൈവത്തെ തന്റെ ശരണമാകാതെ തന്റെ ദിവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും കഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ ഇതാ എന്ന് പറയും. ആമേൻ. ദൈവം നമുക്ക് ഭൂമിയിൽ ആവശ്യത്തിന് നമുക്ക് എല്ലാം നൽകിയിട്ടുണ്ടല്ലേ. സാമ്പത്തികവും വാഹനങ്ങളും അതുപോലെ തന്നെ ഭവനവും നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ ശരണമാകാതെ പോയാലോ? ഇവൻ എന്തിനെ ശരണമാക്കുന്നേ? ഈ ഭയം, ദൈവത്തെ ഭയപ്പെടാതെ ശരണമാക്കുന്ന എന്താ? ദ്രവ്യ സമൃദ്ധി. ദ്രവ്യ സമൃദ്ധി. സ്തോത്രം. ദ്രവ്യ സമൃദ്ധി. ഇതൊരു ബിൽഡിംഗ് ആണ്, സാമ്പത്തികം കൊണ്ട് ഉണ്ടാക്കിയതാണല്ലേ അല്ലേ? അവിടെയുള്ള പൊടി തൂത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കൊണ്ട് പൊടി തൂത്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? സ്തോത്രം സ്തോത്രം. ദൈവത്തെ ശരണമാക്കാതെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് തിരിച്ചു കിട്ടുമോ? അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇന്ന് ആരാധനയ്ക്ക് വരേണ്ട വ്യക്തി ഇന്ന് ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ നഷ്ടമല്ലേ? സ്തോത്രം. ദൈവത്തെ ശരണമാക്കാതെ ഇരിക്കുന്ന വ്യക്തി, ആമേൻ, നാം ദൈവത്തെ ശരണം പ്രാപിക്കുന്ന ദൈവമക്കളാണ്. നമുക്ക് വേറെ ഒന്നുമില്ല. കർത്താവേ നന്ദി, വേറെ ഒന്നുമില്ല അല്ലെ. കഴിഞ്ഞ ആഴ്ചയില് ഷോണിലൂടെ കേട്ടതുപോലെ നന്ദി പറയുക, സ്തോത്രം പറയുക. സ്തോത്രം പറയുമ്പോൾ അതിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നു. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയണ്ട, ദൈവത്തിന് അറിയാം അല്ലെ. നമ്മളിപ്പോ കുഞ്ഞിന് മുതൽ വലുതായി വന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ നമ്മുടെ മാതാപിതാക്കൾ ഓരോ സമയത്തും മേടിച്ചു തന്നത് അല്ലെ? അവർക്കറിയാം നമ്മുടെ ഡ്രസ്സ് പഴകി തുടങ്ങിയ, ചെരുപ്പ് ചീത്തയായി തുടങ്ങിയ ഒക്കെ അവർ കൃത്യമായിട്ട് മേടിച്ചു തരും അല്ലേ. നമ്മൾ അതുകൊണ്ട് അവരെന്താ വിളിക്കണേ? അവരെന്താ വിളിക്കണേ? അപ്പ, പപ്പ, അപ്പേ അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിളിക്കണേ. ആ വിളിയിൽ തന്നെയുണ്ട് അവർക്ക് അവര് നമ്മളെ ശരണമാക്കുന്നത്, നമ്മളെ ആശ്രയിക്കുകയാണ് അവര്. വളർന്നു വരാൻ അവർക്ക് വേറെ നിവൃത്തിയില്ല.
നമ്മളെ ആശ്രയിച്ച് നമ്മളിലൂടെയാണ് അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു നിലയിലേക്ക് അവർ എത്തിക്കുകയുള്ളൂ. എന്നതുപോലെ യഹോവയെ ശരണമാക്കാതെ ആരെങ്കിലും നിത്യത അവകാശമാക്കുമോ? സ്വർഗത്തിലേക്ക് അങ്ങനെ ചെല്ലാം, അങ്ങനെ കയറി പോവാന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെല്ലാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ശരണമാക്കാതെ, ദൈവത്തെ ശരണമാക്കാതെ പോകുന്ന ഒരു വ്യക്തിയും ഒരു ഭാഗ്യപദവിയിലേക്ക് പ്രവേശിക്കില്ല, നിത്യജീവൻ അവകാശമാക്കില്ല. ഇവിടെ വചനം പറയുന്നത് എന്താ? ഹല്ലേലൂയ. ദൈവത്തെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുന്നവൻ അവൻ നശിച്ചു പോകും. സ്തോത്രം. അവൻ തകർന്നു പോകും. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരു കാഴ്ചപ്പാട് വേണം ദൈവമായുള്ള ഒരു ബന്ധത്തിൽ. ഞാന് ഹല്ലേലൂയ ഇന്ന് പട്ടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവിന്റെ ഒരു കരുണയാണ്, ഒരു കാഴ്ചപ്പാട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു പുകഴ്ചയും പറയാനില്ലല്ലേ? എത്രയോ പേര് ഹല്ലേലൂയ തകർന്നു പോയി, എത്രയോ പേര് പിന്മാറ്റത്തിലേക്ക് പോയി. ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കരുണ ഒന്ന് മാത്രമാണ്. സ്തോത്രം. ആ ഒരു അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെടുമ്പോൾ നാം ദൈവത്തോട് കടപ്പാടുള്ള ഒരാളായി മാറും. നാം ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങും, യഹോവയെ ശരണമാക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന് അറിയാത്ത ഒന്നുമില്ല. ആ ദൈവം തക്ക സമയത്ത് നമുക്ക് ആവശ്യമായത് നൽകി നമ്മെ ഭാരപ്പെടുത്താതെ പിറുപിറുപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാതെ കർത്താവ് തക്ക സമയത്ത് വഴി നടത്തും. നാം ചെയ്യേണ്ടത് ദൈവത്തിൽ ശരണം പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ശരണം പ്രാപിച്ച് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്വസ്ഥാനത്തെ നിൽക്കാം. ഇങ്ങനൊരു ഭാഗ്യപദവിയിലേക്ക് ഹല്ലേലൂയ കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നു. നമ്മുടെ കഴിവോ നമ്മുടെ ശ്രേഷ്ഠതയോ അല്ല, നാം ദൈവത്തെ ഭയപ്പെടും.